സമസ്ത മുസ്ലിം ലീഗ് പ്രശ്നങ്ങൾക്ക് പിന്നിൽ സമസ്തയിലെ 4-5 ആളുകൾ മാത്രമാണെന്ന് സമസ്ത ആദർശ സംരക്ഷണ സമിതി വർക്കിംഗ് ചെയർമാൻ PA ജബ്ബാർ ഹാജി. സുപ്രഭാതം പത്രത്തിൽ വന്ന വിവാദ പരസ്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചതും ഇവർ തന്നെയാണ് എന്നും സൗദിയിലെ ജിദ്ദയിൽ അദ്ദേഹം പറഞ്ഞു. രണ്ട് സംഘടനകൾ എന്ന അർത്ഥത്തിൽ സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നേരത്തെ മുതലേ ഉണ്ടാകാറുണ്ട്. എന്നാൽ അതെല്ലാം പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിക്കാറാണ് പതിവ്. ഇപ്പോഴത്തെ പ്രശ്നങ്ങളും അതേ രീതിയിൽ പറഞ്ഞു തീർത്തതായിരുന്നു. എന്നാൽ പ്രശ്നങ്ങൾ അവസാനിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ചിലരാണ് വീണ്ടും പലതും വിളിച്ചു പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും സമസ്ത ആദർശ സംരക്ഷണ സമിതി വർക്കിംഗ് ചെയർമാനും മുസ്ലിം ലീഗ് കൊണ്ടോട്ടി മണ്ഡലം പ്രസിഡന്റും കൂടിയായ ജബ്ബാർ ഹാജി കുറ്റപ്പെടുത്തി. എല്ലാം തീർന്നപ്പം ഹമീദ് ഫൈസി പത്രക്കാരെ വിളിച്ചു പറഞ്ഞു, മൂർഖനെ ഇനി ഇതുവരെ ഇപ്പൊ കരിമൂർഖനം. അങ്ങനെ എന്തുകൊണ്ട് സമസ്ത അത് പറഞ്ഞില്ല? ഈ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ തീരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരു ഭാഗത്ത് നിറഞ്ഞുണ്ടാകുമ്പോൾ ഒരു കാരണവശാലും തീരരുത് എന്ന് ആഗ്രഹിക്കുകയാണ്. അതാണ് അവിടെ അന്നത്തെ ആ ചർച്ച പൊട്ടി. അല്ലെങ്കിൽ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ സംഭവത്തിന് ശേഷവും എല്ലാം പറഞ്ഞു തീർത്തെങ്കിലും സാദിഖ് അലി തങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് ഉമർ ഫൈസി പ്രസ്താവന ഇറക്കി. സമസ്തയിൽ എന്നും പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആഗ്രഹം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുപ്രഭാതം പത്രത്തിൽ വന്ന പരസ്യം സംഘടനയുടെ നിലപാടുകൾക്ക് വിരുദ്ധവും കേസെടുക്കാനാകും വിധം വർഗീയത പ്രചരിപ്പിക്കുന്നതുമായിരുന്നു. എന്നാൽ അതിന്റെ പേരിൽ നടപടി സ്വീകരിച്ചത് ലേഖകന്റെ പേരിൽ മാത്രമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സുപ്രഭാതത്തിന്റെ CEO ഇതുണ്ട്, ഉസ്താദുമാരുടെ സമ്മതത്തോടു കൂടിയാണ് നമ്മൾ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഉസ്താദുമാരുടെ സമ്മതമില്ലാതെ ഞങ്ങൾ ഒന്നും ചെയ്യലില്ല. ഉസ്താദുമാർ പറഞ്ഞു ഞങ്ങൾക്കതൊരു ബന്ധമില്ല, എന്താ ചെയ്യുന്നത്? അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? എന്നിട്ട് അവരെ കരുവാക്കില്ല. ഇതിൽ വ്യക്തമായി അതിൽ പങ്കുവഹിച്ച ആളുകളുണ്ട്. ആ സുപ്രഭാതത്തിന്റെ പ്രധാനമായ സ്ഥാനത്ത് അവർ മാറ്റണം. സമസ്ത ലീഗ് പ്രശ്നങ്ങൾക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ഒരു സംഘടനകൾക്കും പങ്കില്ല. 2.5 വർഷത്തോളമായി ഏകപക്ഷീയമായി സമസ്തയിലെ 4-5 പേരാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്നത്. ലീഗിനെതിരിലും മറ്റും ഇവർ നടത്തുന്ന കുപ്രചരണങ്ങളുടെ നിജസ്ഥിതി ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് ആദർശ സംരക്ഷണ സമിതിയുടെ ലക്ഷ്യം. സമസ്ത നേതാക്കളുടെ അനുമതിയോടെയാണ് സാദിഖ് അലി തങ്ങളുടെ നേതൃത്വത്തിൽ കാർലി ഫൗണ്ടേഷൻ രൂപീകരിച്ചത്. എന്നിട്ടും സാദിഖ് അലി തങ്ങളെ പരസ്യമായി അധിക്ഷേപിച്ച ഉമർ ഫൈസിയെ സമസ്തയുടെ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 11-ാം തീയതി നടക്കാനിരിക്കുന്ന സമസ്ത യോഗത്തിനു മുമ്പ് എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ.